ഖബറടക്കം നടത്തുന്ന സമയത്ത് പിടിമണ്ണിടുന്നതിൻ്റെ രൂപം എങ്ങനെയാണ് എന്നാണ്. നമുക്കാണ് പലയിടത്തും പിടിമണ്ണിടാൻ എല്ലാവരും ഉണ്ടാവും, മണ്ണിട്ട് അങ്ങോട്ട് പോകുന്നതാണ്. അത് എങ്ങനെ ഇടുന്നു, അതിന് പ്രത്യേകിച്ച് മെത്തേഡ് ഉണ്ടോ എന്നാണ്. മയ്യിത്ത് മറമാടപ്പെട്ടതിൻ്റെ ശേഷം 3 പ്രാവശ്യമായി ഇടുകയാണ് ഏറ്റവും സുന്നത്ത്. ഒന്നാമതായി മണ്ണിടുന്ന സമയത്ത് മിൻഹാ ഖലഖ്നാക്കും, രണ്ടാമതായി വഫീഹാ നുഈദുക്കും, മൂന്നാമതായി വമിൻഹാ നുഖ്രിജുക്കും താറത്തുൻ ഉഖ്റ എന്ന ദിക്ർ ചൊല്ലൽ, അഥവാ അത് ഖുർആൻ ആയത്ത, ഇത് ചൊല്ലൽ പ്രത്യേകമായി സുന്നത്തുള്ളതാണ്. അത് ഒരു താല്പര്യപൂർവം എന്ന് അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ ബോധ്യമാകണം. എന്നല്ലാതെ ഇങ്ങനൊരു മണ്ണിടൽ, എൻ്റെ കയ്യിന്മേൽ മണ്ണാക്കുന്നൊരു പരിപാടി എന്ന നിലയിൽ അതിനോട് ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രകടനം അവരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അതിനാൽ 2 കൈയും കൂട്ടിയെടുക്കലാണ് സുന്നത്ത് എന്നാണ്. അപ്പോൾ ഒരു കൈയിൽ മാത്രം എടുക്കാതെ 2 കൈയിൽ നിന്നും മണ്ണെടുത്ത് അതിലേക്ക് വളരെ ഭവ്യതയോടെ താഴ്മയോടെ ഒരു വ്യക്തിയുടെ ശരീരഭാഗത്തേക്കാണ് ഇടുന്നത്. അവൻ്റെ ശരീരത്തിലേക്കല്ല, മറിച്ച് മൂട് കല്ല് വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്കാണ് ഇടുന്നത്. എന്നാലും മണ്ണിൽ മറമാടപ്പെടുക എന്ന ഇസ്ലാമിക നിയമത്തോട് ഞാനിതാ പൂർണ്ണമായും യോജിക്കുന്നൊരു വ്യക്തിയാണ് എന്ന ഒരു അനുസരണ ബോധവും അനുസരണ സമീപനവുമാണ് എൻ്റെ ഈ പ്രവർത്തനത്തിൽ ഞാൻ പ്രകടമാക്കുന്നത് എന്ന് ആ പണി കണ്ടാൽ തന്നെ ഒരാൾക്ക് തോന്നണം. ആ രൂപത്തിൽ ഭവ്യതയോടെ 2 കൈയും ചേർത്ത് പിടിച്ച് മണ്ണെടുത്ത് മിൻഹാ ഖലഖ്നാക്കും, രണ്ടാമത് മണ്ണെടുത്ത് വഫീഹാ നുഈദുക്കും, മൂന്നാമത് മണ്ണെടുത്ത് വമിൻഹാ നുഖ്രിജുക്കും താറത്തുൻ ഉഖ്റ എന്ന രൂപത്തിൽ ഒരു ഏറ് നടത്താതെ അതൊരു വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ആ വ്യക്തിയോട് കാണിക്കുന്ന ഒരു വെറുപ്പായി കണക്ക് കൂട്ടപ്പെടുന്നൊരവസ്ഥയാണ്. അതില്ലാതെ താഴ്മയോട് കൂടെ അതിലേക്ക് ഇടുക, ഇതാണ് അതിൻ്റെ രൂപം. അതേപോലെ ഈ പിടിമണ്ണിട്ടതിന് ശേഷം അതേപോലെ തന്നെ കാണുന്ന പ്രവണതയാണ് പിടിമണ്ണിട്ടതിന് ശേഷം. ഒരു പക്ഷേ മഴക്കാലമൊക്കെയാണ് ഈ മണ്ണ് നനഞ്ഞിട്ട് നമ്മൾ പിടിമണ്ണിട്ട് കഴിഞ്ഞാൽ കയ്യിലൊക്കെ നിറയെ മണ്ണായിട്ട് ഉണ്ടാവും, അഴുക്കുണ്ടാവും. ചില ഭാഗങ്ങളിൽ നല്ല ഉണങ്ങിയ നല്ല ഗ്രാവൽ എന്നൊക്കെ പറയാവുന്ന മണ്ണായിരിക്കും. അതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ മണ്ണൊന്നും ഉണ്ടാവില്ല, അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പോകും. പക്ഷെ എന്നാലും എന്തോ ഒരു ചടങ്ങ് നിർവഹിക്കുന്ന പോലെ ആ മണ്ണങ്ങ് ഇടുന്നു, പിന്നെ പെട്ടെന്ന് പോയി കൈ കഴുകുന്നു, പിന്നെ തിരിച്ചിവിടെ തലക്ക് ചെവിടത്തേക്ക് എത്തും. എന്നാൽ പോലും ഈ പോയി കൈ കഴുകൽ എന്തോ ഒരു ഫറള് ചെയ്യുന്നത് പോലെ രീതിയിൽ ആളുകൾ പോകുന്ന കാണുന്നത് വാസ്തവമുണ്ട്. അല്ല, കൈ കഴുകുന്നതിന് വിരോധമൊന്നുമില്ല. കാരണം അവൻ്റെ വസ്ത്രത്തിൽ മണ്ണാകാതിരിക്കാൻ കയ്യന്മേൽ മണ്ണായി നിലനിൽക്കുക എന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി തൊട്ട് സമീപത്ത് തന്നെ വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളം കൊണ്ട് കൈ കഴുകി രണ്ടാമത് ഇവിടെ വന്ന് ആ ദുആയിലും തസ്ബീത്തിലും ഒക്കെ പങ്കെടുക്കുക എന്ന് നടത്തിയാൽ അതിന് യാതൊരു കുഴപ്പമൊന്നുമില്ല. കൈ കഴുകാനേ പാടില്ല, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി കൈ കഴുകിക്കൂടൂ, അല്ലാതിരുന്നാൽ ഇതിനോടൊരു വെറുപ്പ് പ്രകടിപ്പിക്കലായി പരിഗണിക്കപ്പെടും എന്നൊരു തെറ്റിദ്ധാരണ ഒന്നും വേണ്ട. കാരണം അത് അനുവദനീയം തന്നെയാണ്. അതേപോലെ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്ന ചില പ്രവണതകളാണ് ഈ കബറിൻ്റെ അടുക്കൽ നമ്മൾ 2 ചെടി മറവ് ചെയ്തതിന് ശേഷം 2 ചെടി കുത്തി, പിന്നീട് ഏകദേശം 40 പേരേക്കും ബന്ധുക്കൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ആ കബറിൽ വന്ന് യാസീൻ ഓതാനൊക്കെ വരും. ഈ വരുന്നവർ സാധാരണ നമ്മൾ മറമാടിയതിന് ശേഷം 3 തവണ വെള്ളം ഒഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ 40 ദിവസവും ആവർത്തിക്കുന്ന പ്രവണത ചിലയിടത്ത് കാണുന്നു. ശരിയാണോ? അതൊരിക്കലും ആവശ്യമേ ഇല്ല. ആ ചെടി കുത്തിയത് ഉണങ്ങിപ്പോകാതെ അത് ഉഷാറായി തഴച്ചു വളരുന്നതിന് വേണ്ടി അതിൻ്റെ മുരട്ട് വെള്ളം പറന്നു കൊടുക്കൽ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ന രൂപത്തിൽ അനുവദനീയമാണ്. എന്നല്ലാതെ 40 ദിവസവും കബറിൻ്റെ മുകളിൽ ഒന്നാകെ ഇങ്ങനെ വെള്ളം തെളിക്കുക എന്നത് പ്രത്യേകമായി സുന്നത്തേ ഇല്ല. അതൊക്കെ വേണ്ടാത്ത ഓരോ ദുരാചാരങ്ങളിൽ പെട്ടതാണ്. ഈ അടുത്ത കാലത്ത് ചിലയിടങ്ങളിലൊക്കെ കാണുന്നൊരു പ്രവണതയുണ്ട്, സ്ത്രീകളും ചില കബറുകളൊക്കെ വരുന്ന ചില പ്രവണത കാണുന്നുണ്ട്. എൻ്റെ പിതാവിൻ്റെ കബറിൻ്റെ അടുത്ത് ഞാൻ വന്ന് ഫാത്തിഹ ഓതിയാൽ എന്താ തെറ്റ് എന്നുള്ള രീതിയിലേക്ക് ചില സമയം, അത് മറ്റുള്ള ആളുകളൊന്നും ഇല്ലാത്ത സമയം നോക്കിയിട്ട്, ഇപ്പോൾ ളുഹർ നിസ്കാരത്തിൻ്റെയും അസ്ർ നിസ്കാരത്തിൻ്റെയൊക്കെ ഇടയിൽ ഒരു പക്ഷേ ആ പള്ളിയിൽ ആരും ഉണ്ടാവില്ല, ആ സമയത്ത് സ്ത്രീകളിങ്ങനെ കബറുകൾ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതല്ല എന്ന് തന്നെ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ, ലഅനല്ലാഹു സുവാറാത്തിൽ ഖുബൂരി, ഖബറുകൾ സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ അള്ളാഹു ക്ഷമിച്ചിരിക്കുന്നു എന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പിതാവാണ്, ഭർത്താവാണ്, മക്കളാണ്, വേണ്ടപ്പെട്ടവരാണ്. എന്നാൽ തന്നെ അവർക്ക് നല്ലൊരു മനോധൈര്യവും ഒരു പ്രത്യേകമായ കരയലോ പ്രത്യേകമായ ഒരു ദുഃഖം പ്രകടിപ്പിക്കലോ ഒന്നും നടത്താതെ ഈ കർമ്മം മാത്രം തിരിച്ചു പോരാൻ കഴിവുള്ള ഒരു മനക്കരുത്തുള്ളവളാണ് എന്ന ധൈര്യമുണ്ടെങ്കിൽ തന്നെ അത്തരം സന്ദർഭങ്ങളിൽ പോലും അവർക്കത് പുണ്യകരമല്ല എന്നാണ് ഷറഈന്റെ കാഴ്ചപ്പാട്.
അതിനാൽ അവർ വീട്ടിൽ വെച്ച് ഇവർക്ക് വേണ്ടി ദ്വാരക്കുക. വീട്ടിൽ വെച്ച് ഖുർആൻ ഓതിയിട്ടോ ദിക്ർ ചൊല്ലിയിട്ടോ മറ്റ് ദാനധർമ്മങ്ങൾ ചെയ്തിട്ടോ ഈ ഖബറാളിക്ക് ഗുണത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളുമായി നീങ്ങുക. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നേരെ മറിച്ച് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, മഹാരഥന്മാർ അത്തരം വ്യക്തികളുടെ ഖബറുകൾ പുരുഷന്മാർക്ക് സുന്നത്തുള്ളത് പോലെ തന്നെ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്കും സുന്നത്താണ്. അതിന് നിരവധി തെളിവുകളുണ്ട്, പലവട്ടം നാം ഇവിടെ സൂചിപ്പിച്ചതുമാണ്. സാധാരണക്കാരെ ഖബറുകളെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട ആളുകൾക്ക് പോലും അത് പ്രത്യേകം സ്ത്രീകളാണെങ്കിൽ സുന്നത്തില്ല. അവർ വീട്ടിൽ വെച്ച് ദുആ ചെയ്യുക എന്നതാണ് സുന്നത്ത്.